ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. ഇറ്റ്സ് മീ സെനിൻ വടക്കൻ. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ് അല്ലെങ്കിൽ സാധ്യതകളുടെ ഗണിതം എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പവർ ഹവറുമായിട്ടാണ്. എന്താണ് പവർ ഹവർ എന്ന് നമുക്കൊക്കെ അറിയാം അല്ലെ. ഈ ഒരു ചാപ്റ്ററിലെ മുഴുവൻ കോൺസെപ്റ്റും അതുപോലെ തന്നെ വിത്ത് എക്സാമ്പിൾ നിങ്ങൾക്ക് ചെയ്തു തരിക എന്നുള്ളതാണ് ഈ ഒരു പവർ ഹവർ കൊണ്ട് നമ്മൾ എന്താക്കുന്നത് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഫസ്റ്റ് പേജിന് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഒരു പെട്ടിയിൽ കുറെ കളർ ബോളുകൾ ഉണ്ട്, ഡൈസ് ഉണ്ട്, കോയിന് ടോസ് ഇടുന്നുണ്ട്, എന്തൊക്കെയോ ഒരു വട്ടത്തിലുള്ള കളറുകളിൽ മറ്റേ നമ്മളെ അമ്പലത്തിലൊക്കെ കാണുന്ന 10 വെച്ച 20 20 വെച്ച 40 40 വെച്ചാൽ 80 എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിലെ ആ ഒരു സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. എന്താണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഈ കാര്യങ്ങൾ മൊത്തമായിട്ട് നമ്മൾ പറയുന്നത് എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നുമില്ല, സാധ്യത. നമ്മളൊക്കെ കളി കാണുന്ന ആളുകാരല്ലേ, ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു പ്രവചനങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കളി ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഇന്ത്യയാണോ ജയിക്കാൻ സാധ്യത അല്ലെങ്കിൽ പാകിസ്ഥാനാണോ ജയിക്കാൻ സാധ്യത എന്നൊക്കെ ഇങ്ങനെ പ്രഡിക്ഷൻസ് ഉണ്ടാവാറുണ്ട്. ഈ സാധ്യത വെറുതെ അങ്ങ് തള്ളിവിടുന്ന സാധനമാണോ? അല്ല, അതിന് കൃത്യമായിട്ട് ഒരു മാത്തമാറ്റിക്സ് ഉണ്ട്, കണക്കുണ്ട്. ആ കണക്കിനെ കുറിച്ച് പറയുന്ന പാഠമാണ് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്താണ് സാധ്യത, അല്ലെങ്കിൽ എന്താണ് പ്രോബബിലിറ്റി, അല്ലെങ്കിൽ എന്താണ് സാധ്യത? പ്രോബബിലിറ്റി ഉണ്ട്, ചാൻസ് ഉണ്ട്, സാധ്യതയുണ്ട്. ഈ മൂന്ന് സാധനം എന്താണ്? സെയിം ആണ്. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാലും ചാൻസ് എന്ന് പറഞ്ഞാലും സാധ്യത എന്ന് പറഞ്ഞാലും, സാധ്യത മലയാളം മീഡിയക്കാർ പറയുന്നതാണ്, പ്രോബബിലിറ്റിയും ചാൻസും ഇംഗ്ലീഷ് മീഡിയക്കാർ പറയുന്നതാണ്. എങ്ങനെയാണ് നമുക്ക് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റുക അല്ലെങ്കിൽ സാധ്യത കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളത് നോക്കാം. പ്രോബബിലിറ്റി അല്ലെങ്കിൽ ചാൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ സാധ്യത കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. നമ്പർ ഓഫ് ചാൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ചാൻസ്. എന്താ ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ? നമ്പർ ഓഫ് ചാൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ചാൻസ്. എന്താണ് ഇക്വേഷൻ? നമ്പർ ഓഫ് ചാൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ചാൻസ്. ഈ ഇക്വേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രോബബിലിറ്റി അല്ലെങ്കിൽ ചാൻസ് സാധ്യത കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു ഇക്വേഷൻ ഈ പാഠത്തിൽ പ്രത്യേകിച്ച് ഇക്വേഷനായിട്ട് പഠിക്കാനുള്ളൂ, വലിയൊരു ഇക്വേഷൻ ഒന്നും പഠിക്കാനില്ല. എന്താ? ചാൻസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി അല്ലെങ്കിൽ സാധ്യത കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇപ്പം മലയാളത്തിൽ പറയുകയാണെങ്കിൽ സാർ ഷോർട്ടായിട്ട് ചെയ്തോ, സാധ്യത കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സാധ്യതയുടെ എണ്ണം ഡിവൈഡഡ് ബൈ, എങ്ങനെ? സാധ്യതയുടെ എണ്ണം ഡിവൈഡഡ് ബൈ ആകെ എണ്ണം. ആകെ എണ്ണം. യെസ്, പരിപാടി കഴിഞ്ഞു. എന്താണ്? ചാൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? നമ്പർ ഓഫ് ചാൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ചാൻസ്. അത് മലയാളത്തിൽ പറഞ്ഞാൽ സാധ്യത ഈസ് ഈക്വൽ ടു സാധ്യതയുടെ എണ്ണം ഡിവൈഡഡ് ബൈ ആകെ എണ്ണം. ഒരു എക്സാമ്പിൾ സാർ ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. യെസ്, റിലേറ്റഡ് ടു കളറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സാർ ആദ്യം ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. സാർ ഒരു പെട്ടി എടുത്തു, ആ പെട്ടിയിൽ ഒരു 5 റെഡ് ബോൾ ഇട്ടു. 1 2 3 4 5 റെഡ് ബോൾ ഇട്ടു. അതിലേക്ക് സാർ ഒരു 3 യെല്ലോ ബോൾ ഇട്ടു. 1 2 3. കുഴപ്പമില്ലല്ലോ. ഇനി നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നമുക്ക് ഇവിടെ നിന്നും റെഡ് കിട്ടാനുള്ള ചാൻസ് എത്ര? സാറ് കണ്ണ് പൂട്ടിങ്ങായിട്ട് ഒരു ബോൾ ഈ പെട്ടിയിൽ നിന്ന് എടുക്കാന്ന് വിചാരിച്ചോ. ആ സമയത്ത് സാർക്ക് റെഡ് കിട്ടാനുള്ള ചാൻസ് എത്ര? ഞാൻ പി ഓഫ് ആർ എന്നാട്ടോ ഇന്ന്. പി ഓഫ് ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? റെഡ് കിട്ടാനുള്ള ചാൻസ് എത്ര എന്നാണ്. റെഡ് കിട്ടാനുള്ള ചാൻസ് പി ഓഫ് ആർ. ഈ മോഡൽ നമുക്ക് ആൻസർ എഴുതാന്നാണ്. ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതണമെന്നില്ല, നിങ്ങൾ അത് പാരഗ്രാഫ് ആയിട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റ് ആയിട്ട് ഇങ്ങനെ വലുതാക്കി ചെയ്താൽ മതി. പി ഓഫ് ആർ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ടേക്കിംഗ് റെഡ് ബോൾ എന്നുള്ള നിലയ്ക്ക് ഷോർട്ടായിട്ട് സാർ എഴുതിയാണ്. സാർ പണ്ടേ മടിയനായതുകൊണ്ട് സാർ അങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. നിങ്ങൾ എങ്ങനെ എഴുതാം? ചുവന്ന പന്ത് കിട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ ടു ഗെറ്റ് എ റെഡ് ബോൾ, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അല്ലെങ്കിൽ ചാൻസ് ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ എന്ന് വലുതാക്കി എഴുതി ചൊല്ലേണ്ടി സാറ് മടിയനായതുകൊണ്ട് പി ഓഫ് ആർ എന്ന് എഴുതുന്നു. റെഡ് ബോൾ കിട്ടാനുള്ള ചാൻസ്, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ പെട്ടിയിൽ ടോട്ടൽ എത്ര പന്തുണ്ട് നോക്കണം. എത്ര പന്തുണ്ടാ? 1 2 3 4 5 റെഡ് ബോളും 3 യെല്ലോ ബോളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ബോൾ ഉണ്ട്? 8 ബോളാണ് ടോട്ടൽ നമുക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ റെഡ് കിട്ടാനുള്ള ചാൻസ് എത്ര? റെഡ് കിട്ടാനുള്ള ചാൻസ് എത്ര? ഇവിടെ നോക്കിയിട്ട് പറഞ്ഞേ. ചാൻസ് കിട്ടാനുള്ള ഇക്വേഷൻ എന്താ? ചാൻസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ചാൻസ്. റെഡ് ആണ് ചാൻസ്. ഇവിടെ റെഡ് കിട്ടാനുള്ള ചാൻസ് ചോദിച്ചു. അപ്പൊ റെഡ് എത്ര ഉണ്ട്? അതാണ് നമ്പർ ഓഫ് ചാൻസ് എന്ന് പറയുന്ന ഈ മുകളിലുള്ള ഈ ഒരു സാധനം. നമ്പർ ഓഫ് ചാൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു കേസിൽ എത്ര റെഡ് ആണ് ഇതിലുള്ളത്? എത്ര റെഡ് ഉള്ളത്? 8 എണ്ണമുണ്ട്, 5 എണ്ണമുണ്ട്. 5 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ എത്രയാടാ? ആകെ എത്ര ഉണ്ട്? ടോട്ടൽ നോക്കി, അടിയിൽ ടോട്ടൽ അല്ലേ വേണ്ടത്. സോ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. സോ ഇവിടെ റെഡ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 5/8 ആണ്. സിമ്പിൾ അല്ലേ?
വളരെ ഈസി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. നെക്സ്റ്റ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ യെല്ലോ ബോൾ മഞ്ഞപ്പന്ത് കിട്ടാനുള്ള സാധ്യത എത്രയാണ്? ആദ്യം നോക്കേണ്ടത് എപ്പോഴും അടിയിൽ വരെ ടോട്ടൽ നമ്പറാ. അടിയിൽ 8 കിട്ടി. ഇനി മുകളിൽ നോക്കണം. മുകളിലുള്ള സാധനം എന്താടാ? ഈ പെട്ടിയിൽ എത്ര മഞ്ഞ ബോൾ ഉണ്ട്? മഞ്ഞ ബോൾ 3 എണ്ണല്ലേ. സോ ദ ആൻസർ ഈസ് 3/8. മഞ്ഞപ്പന്തും ചുവപ്പ് പന്തും കിട്ടാനുള്ള സാധ്യത കിട്ടി. സാർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഈ പെട്ടിയിൽ നിന്നും നീല പന്ത് കിട്ടാനുള്ള ബ്ലൂ പന്ത് കിട്ടാനുള്ള ചാൻസ് എത്ര? ഈ പെട്ടിയിൽ നീല തന്നെയല്ല സാറേ. നീല ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ മുകളിൽ 0 ആണ്. ടോട്ടൽ 8 ആണ്. 0/8 എത്രയാടാ? 0 ആണ്. ചാൻസ് ഇല്ല എന്നാണ്. കുഴപ്പമുണ്ടോ? സാർ ജസ്റ്റ് ഒന്ന് ചെയ്തതേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ദാ പിടിച്ചോ. ഇതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ ദാ പിടിച്ചോ. 7 ഗ്രീൻ ബോൾ ഉണ്ട്, 3 റെഡ് ബോളും ഉണ്ട്. പെട്ടെന്ന് സാർക്ക് ആൻസർ പറഞ്ഞു കേട്ടോ. ഇതാ പറഞ്ഞേ, നമ്മുടെ ഗ്രീൻ കിട്ടാനുള്ള സാധ്യത എത്ര? ആദ്യം ഇതിന്റെ ടോട്ടൽ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ടോട്ടൽ 8 അല്ലേ? ടോട്ടൽ 8 ആണ്. സോറി 8 അല്ല. ടോട്ടൽ എത്രയാടാ? ടോട്ടൽ 10 അല്ലേ? 8 ഒക്കെ പഴയ ക്വസ്റ്റ്യനിലാണ്. ഈ ക്വസ്റ്റ്യനിൽ എത്രയാടാ? ടോട്ടൽ 10 അല്ലേ? 7 + 3 10 അല്ലേ? യെസ്, കമ്മിങ്. ഗ്രീൻ ബോളുകൾ എത്ര ഗ്രീൻ ബോളുകൾ ഉണ്ട് ഇവിടെ? 7 ആണ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര ഉണ്ട്? 10 ആണ് ടോട്ടൽ. സോ ദ ആൻസർ ഈസ് 7/10. നെക്സ്റ്റ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത എത്രടാ? ഈ ബോളിൽ ഇതിൽ ടോട്ടൽ 10 ആണ്. സോ അടിയിൽ 10 വന്നു. എത്ര റെഡ് ഉണ്ട്? ഈ പെട്ടിയിൽ 3 റെഡ് അല്ലേ ഉള്ളത്. സോ 3/10. കുഴപ്പമുണ്ടോ? നെക്സ്റ്റ് ഇതേ സാധനം, ഇതാണ് പ്രോബിലിറ്റി ആയിട്ട് കളറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യങ്ങൾ വരാറുള്ളത്. റിലേറ്റഡ് ടു കളർ ബോൾസ് കാര്യങ്ങൾ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. നെക്സ്റ്റ് നമുക്ക് നമ്പറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സാർ എക്സാമ്പിൾസ് കാണിച്ചു തരാം. ഒരു പെട്ടിയിൽ 1 മുതൽ 10 വരെയുള്ള നമ്പർ ഉണ്ട്. 1 മുതൽ 10 വരെയുള്ള നമ്പർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഈ പെട്ടിയിൽ എത്ര നമ്പർ ഉണ്ടോടാ? ഇത് പേപ്പർ സ്ലിപ്പായിട്ട് ഇങ്ങനെ മടക്കിയിട്ടിട്ടാ നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 10 ആണ്. അതായത് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസറിന്റെ അടിയിൽ ഡിവൈഡഡ് ബൈൻ്റെ അടിയിൽ എന്തിടാനുള്ള ആൻസർ കിട്ടി? 10 ആണ് എന്ന് കിട്ടി. കുഴപ്പമില്ലല്ലോ. നെക്സ്റ്റ് നിങ്ങൾ നോക്കിയേ, ഇനി ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിൽ നിന്നും കാണാതെ ഒന്ന് എടുക്കുകയാണെങ്കിൽ അത് ഓഡ് നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാ? പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഓഡ് നമ്പർ 1 മുതൽ 10 വരെയുള്ളതിൽ ഓഡ് നമ്പർ ആവാനുള്ള 1 മുതൽ 10 വരെ എത്ര ഓഡ് നമ്പർ ഉണ്ട്? അതായത് സാർ ഒന്ന് എഴുതി നോക്കാം. 1, 3, 5, 7, 9. ഇനിയുണ്ടോ? ഇല്ല. ഇത് എത്ര ഉണ്ട്? ഇത് 5 എണ്ണം ഉണ്ട് അല്ലേ? 5 ആണ്. സോ 5 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ എത്രയാടാ? ടോട്ടൽ 10 എണ്ണം ഉണ്ട്. സോ ദ ആൻസർ ഈസ് 5 ഡിവൈഡഡ് ബൈ 10. ഓഡ് നമ്പർ കിട്ടാനുള്ള ചാൻസ്. നെക്സ്റ്റ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഈവൻ നമ്പർ കിട്ടാനുള്ള ചാൻസ് എത്രയാടാ? പറ. ഇതിൽ എത്ര ഈവൻ നമ്പർ ഉണ്ടാവും? 1 മുതൽ 10 വരെ 2, 4, 6, 8, 10. ഇനിയുണ്ടോ? ഇല്ല. എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. സോ ദ ആൻസർ ഈസ് 5 ഡിവൈഡഡ് ബൈ 10. എടാ മോനെ, അടുത്തത് നമ്മൾ പ്രോബബിലിറ്റി ഇൻ പ്രൈം നമ്പേഴ്സ്, അതായത് നമ്മൾ 1 മുതൽ 10 വരെയുള്ള ഈ ഒരു ബോക്സിൽ നിന്നും നമ്മൾ പ്രൈം നമ്പർ ആണ് എടുക്കുന്നതെങ്കിൽ അത് പ്രൈം നമ്പർ ആവാനുള്ള സാധ്യത എത്രയാണെന്നാണ് ചോദിച്ചത്. എങ്ങനെയാടാ? അതിന് ആദ്യം പ്രൈം നമ്പർ എന്താണെന്നറിയണം. പ്രൈം നമ്പർ എന്താണെന്നറിയോ? നമുക്ക് പ്രൈം നമ്പറിനെ കുറിച്ച് വലിയ ഡെഫിനിഷൻ ഒന്നും തരുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. 1 മുതൽ 10 വരെ ഏതൊക്കെയാടാ പ്രൈം നമ്പർ? 2, 3, 5, 7. ഇനി വേറെ ഒന്നുണ്ടോ? ഇല്ല. 8, 9 ഒന്നും വരില്ല. അതായത് ഈ സംഭവം കൊണ്ട്, അതായത് ഈ പറയുന്ന പ്രൈം നമ്പറിനെ ആ നമ്പർ കൊണ്ട് അല്ലാണ്ട് വേറൊരു നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പാടില്ല. അത്രേ ഉള്ളൂ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ 6 ആണെങ്കിൽ 6നെ നമുക്ക് 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാം, 6നെ കൊണ്ടും ഡിവൈഡ് ചെയ്യാം. പക്ഷേ 2ന് 3ന് 5ന് ഇതിനൊക്കെ 2 കൊണ്ടാണ് 2നെ ഡിവൈഡ് ചെയ്യുക, 3ന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 5ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ മാത്രമേ പറ്റുള്ളൂ. ഇങ്ങനത്തെ നമ്പേഴ്സിന് പറയുന്ന പേരാണ് എന്ത്? പ്രൈം നമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ 1 മുതൽ 10 വരെ ഉണ്ടല്ലോ മക്കളെ 4 പ്രൈം നമ്പറാണുള്ളത്. എത്ര പ്രൈം നമ്പർ ഉണ്ട്? 4 പ്രൈം നമ്പർ ഉണ്ട്. അതുപോലെ 1 മുതൽ 50 വരെ നമുക്ക് 15 പ്രൈം നമ്പറാണുള്ളത്. എത്ര പ്രൈം നമ്പർ? 15 പ്രൈം നമ്പർ. അങ്ങനെയാണെങ്കിൽ 1 മുതൽ 100 വരെ എത്ര പ്രൈം നമ്പർ ഉണ്ടെന്ന് അറിയോ? 25 പ്രൈം നമ്പേഴ്സ് ആണുള്ളത്. ഈ കൗണ്ട് നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കണം. ചിലപ്പോൾ എങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്പം കുത്തിരുന്ന് കഴിഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നോ പറ്റാത്ത ഏതാന്നൊക്കെ ഇങ്ങനെ നോക്കി വരുമ്പോഴേക്കും പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ലോങ് ബെൽ ഇങ്ങനെ അടിക്കും. അത് കേട്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് മക്കളെ, എൻ്റെ മുന്നു മക്കളെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഈ ഒരു പ്രൈം നമ്പേഴ്സിന്റെ എണ്ണം നിങ്ങൾ കൃത്യമായിട്ട് കാണാതെ പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് 10 വരെയല്ലേ ആവശ്യം. 10 വരെ എത്ര പ്രൈം നമ്പർ ഉണ്ടാ? 4 പ്രൈം നമ്പർ ഉണ്ട്. സോ ദ ആൻസർ ഈസ് 4 ഡിവൈഡഡ് ബൈ 20. 20 ആണോ? എന്താണ് സാറേ ക്ലാസ് ശ്രദ്ധിക്കുന്നില്ലേ? സാറ് ക്ലാസ് ശ്രദ്ധിക്കുക. ഇവിടെ 20 അല്ല സാറേ, ഇവിടെ വരേണ്ടത് 10 ആണ്. കാരണം 1 മുതൽ 10 വരെ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് എത്രയാടാ?
10 ആണ്. എത്രയാണ്? 10 ആണ്. യെസ്, മൂവിങ് ടു ദ നെക്സ്റ്റ് കോൺസെപ്റ്റ്. അടുത്തൊരു കോൺസെപ്റ്റ് നമ്മുടെ പരീക്ഷയിൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇല്ല. സാർ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു പെട്ടിയിൽ കുറച്ച് റെഡ് ബോളും ഉണ്ട്, അതുപോലെ തന്നെ ബ്ലാക്ക് ബോളും ഉണ്ട്. റെഡ് ബോളും ഉണ്ട്, ബ്ലാക്ക് ബോളും ഉണ്ട്. എത്രയാണ് എണ്ണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഇവർ ടോട്ടല് 12 ബോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 12 ബോൾസ് ഉണ്ട്. കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി ക്വസ്റ്റ്യനെ പറഞ്ഞിട്ട്, ഈ ഭാഗമാണ് കേട്ടോ ക്വസ്റ്റ്യൻ, ഇത് ക്വസ്റ്റ്യന്റെ ഭാഗമാണ്. യെസ്, ക്വസ്റ്റ്യന്റെ ഭാഗമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു പെട്ടിയിൽ കുറച്ച് റെഡ് ബോൾ ഉണ്ട്, കുറച്ച് ബ്ലാക്ക് ബോൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ആ പെട്ടിയിൽ 12 ബോൾ ആണുള്ളത് എങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഈസ് 2/3. 2/3 ആണ്. റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത എത്രയാണ്? 2/3 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്. അങ്ങനെയാണെങ്കിൽ എത്ര റെഡ് ബോൾ ഉണ്ട്? നമ്പർ ഓഫ് റെഡ് ബോൾ. അടുത്തത് നമ്പർ ഓഫ് ബ്ലൂ ബോൾ അല്ലെങ്കിൽ ബ്ലാക്ക് ബോൾ. എന്താണ് നമ്മൾ എഴുതാനോ? ഞാൻ ജസ്റ്റ് ബി ഇട്ടിട്ടേ ഉള്ളൂ. അത് ബ്ലാക്ക് ബോൾ ആണ് അല്ലെ. ബ്ലാക്ക് ബോൾ ആവാനുള്ള ചാൻസ് എത്ര? നെക്സ്റ്റ് പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? പ്രോബബിലിറ്റി എത്രയാണ്? ഈ 3 ക്വസ്റ്റ്യൻസ് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഈ രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി നമുക്ക് അവിടെ റെഡ് ബോളിന്റെയും ബ്ലൂ ബോളിന്റെയും ഒക്കെ എണ്ണം തരുന്നു, ചാൻസ് കണ്ടുപിടിക്കാനല്ലേ ചോദിക്കുന്നത്. അതിന് പകരം ഈ രീതിയിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ്, എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് തന്നിരിക്കുന്ന പ്രോബബിലിറ്റി, ഈ ഭാഗം ആൻസർ ആണ് കേട്ടോ, ആ ഭാഗം ക്വസ്റ്റ്യൻ ആണ്. യെസ്, പ്രോബബിലിറ്റി ഓഫ് റെഡ് ബോൾ എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 2/3 ആണെന്ന് തന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമുക്കറിയാവുന്നതാണ് ഇവിടുത്തെ ടോട്ടൽ നമ്പർ 12 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റെഡും തന്നിട്ടില്ല, ബ്ലാക്കും തന്നിട്ടില്ല. പോട്ടെ, നമുക്ക് ടോട്ടൽ എന്താന്ന് തന്നിട്ടുണ്ട്? 12 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ 3ക്ക് പകരം ഇവിടെ 12 അല്ലേ വരേണ്ടത്? അങ്ങനെയാണോ വന്നത്? തെറ്റിപ്പോയതായിരിക്കില്ലേ? തെറ്റിപ്പോയതല്ലടാ. ഒന്നിവിടെ നോക്കിയേ. ഞാൻ ചോദിക്കട്ടെ, ഈ 3 എന്ന് പറയുന്ന നമ്പറിനെ എനിക്ക് 12 ആക്കാൻ പറ്റുമോ? 3 എങ്ങനെ 12 ആവുക? ഈ 3 എങ്ങനെ 12 ആവും? ഇൻറ്റു 4 ചെയ്താൽ പോരെ? 3 × 4 എന്ന് പറഞ്ഞാൽ എത്രയാടാ? 12 അല്ലേ? ഈ ഇൻറ്റു 4 ഞാൻ താഴത്ത് മാത്രം ചെയ്താൽ മതിയോ? പോരാ, മുകളിലും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതൊന്ന് ചെയ്ത് പറഞ്ഞേ. 3 × 4 12 ആയി. അപ്പം മുകളിൽ ഞാൻ ചെയ്യുന്ന സമയത്ത് ഇതാ മുകളിൽ 2 × 4 ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 8 കിട്ടും. സോ ഇവിടെ എനിക്ക് 8/12 എന്ന് കിട്ടി. ശ്രദ്ധിക്കണേ. ഞാൻ അടിയിൽ ഇൻറ്റു 4 ചെയ്തപ്പോൾ എനിക്ക് 12 കിട്ടി. അതേ നമ്പർ ഞാൻ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 8/12. ഇപ്പൊ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയേ, ഇവിടെ അടിയിൽ 12 ആണ്, നമ്മുടെ ടോട്ടൽ നമ്പറിന്റെ എണ്ണമാണ്. അതിനർത്ഥം മുകളിലുള്ള ഈ 8 ആരാണെന്നാണ്? നമ്മുടെ റെഡ് ബോളിന്റെ എണ്ണല്ലേ? എത്ര റെഡ് ബോൾ ഉണ്ടടാ? എത്ര റെഡ് ബോൾ ഉണ്ട്? പറഞ്ഞേ. ഇവിടെ 8/12 ആണെങ്കിൽ നമുക്ക് 8 റെഡ് ബോൾ ഉണ്ട്. ഇനി ഞാൻ ചോദിക്കണം, അപ്പൊ നമുക്ക് റെഡിന്റെ എണ്ണം കിട്ടിയില്ലേ? നമ്പർ ഓഫ് റെഡ് ഈസ് ഈക്വൽ ടു എത്രയാടാ? 8 ആണ് ആൻസർ കിട്ടി. എ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. ഇനി ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ബ്ലൂ ബോൾ അല്ലെങ്കിൽ ബ്ലാക്ക് ബോൾ. ബി എന്ന് പറയുന്നത് എത്ര ബോൾ ഉണ്ടെന്ന ചോദ്യം. എത്ര ബ്ലാക്ക് ബോൾ ഉണ്ടടാ? നോക്ക്, നിങ്ങൾ ഈ പെട്ടിയിലേക്ക് നോക്കിയേ. 12 എണ്ണമാണ് ടോട്ടൽ ഉള്ളത്. അതിൽ 8 എണ്ണം ആര് കൊണ്ടുപോയി? റെഡ് കൊണ്ടുപോയി. ബാക്കി എത്ര എണ്ണം ബ്ലാക്ക് ഉണ്ടാവിടാ? 12 എണ്ണം ഒരു പെട്ടിയിലുണ്ട്. അതിൽ 8 എണ്ണം കൊണ്ടുപോയി, ബാക്കി 4 എണ്ണം അല്ലേ? സോ ബ്ലാക്ക് ബോൾ എന്ന് പറയുന്നത് എത്രയാടാ? ബ്ലാക്ക് ബോൾ എന്ന് പറയുന്നത് 4 ആണ്. സോ നമുക്ക് ആൻസർ എന്ത് കിട്ടി? നമ്പർ ഓഫ് ബ്ലാക്ക് ഈസ് എത്രയാടാ? 4 എന്ന ആൻസർ കിട്ടി. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സബ് ക്വസ്റ്റ്യൻ സി ആയിട്ട് ചോദിച്ചിരിക്കുന്നത് എത്രയാണ് ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യത എന്ന്. ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്ര ബ്ലാക്ക് ഉണ്ട് നോക്കണം. എത്രയാടാ നമ്മുടെ പെട്ടിയിലുള്ള ബ്ലാക്കിന്റെ എണ്ണം? 4 ആണ്. ടോട്ടൽ എത്ര എണ്ണ ഈ പെട്ടിയിൽ? ടോട്ടൽ 12 ആണ്. സോ നമുക്ക് ആൻസർ കിട്ടി 4/12 എന്ന്. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. സാർ ഇതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തു തരാം. യെസ്, ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ചെയ്തുതരാം. ഇവിടെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ. ഒന്നും കൂടി എക്സാമ്പിൾ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. യെസ്, ഇതാണ് എക്സാമ്പിൾ. പിടിച്ചോളി. ഒരു പെട്ടിയിൽ 6 ബ്ലാക്ക് ബോളും കുറച്ച് വൈറ്റ് ബോളും ഉണ്ട്. വൈറ്റ് ബോൾ എത്ര എണ്ണം എന്ന് പറഞ്ഞിട്ടില്ല. കളർ മാറിയല്ലോ. നേരത്തെ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞെന്ന് അല്ലേ? ഇവിടേക്ക് നോക്കിയേ. ഇവിടെ ടോട്ടൽ ഉള്ളതായിരുന്നു ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ഇത് രണ്ടും പറഞ്ഞിട്ടില്ലായിരുന്നു. ഇവിടെ നേരെ ടിസ്റ്റഡ്. ബ്ലാക്ക് പറഞ്ഞിട്ടുണ്ട്, ടോട്ടൽ പറഞ്ഞിട്ടില്ല. നോ പ്രോബ്ലം, പ്രശ്നമില്ലടാ. ഇവിടെ നോക്കടാ, സാറ് പറഞ്ഞില്ലേ നിങ്ങൾക്ക്. അടുത്തത് എനിക്കിതിൽ കണ്ടുപിടിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എത്ര? എന്താ വേണ്ടത്? സാറ് പറഞ്ഞുതരാം. ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എത്ര എണ്ണം? നെക്സ്റ്റ് വേണ്ടത് എന്താണ്? വൈറ്റ് ബോളിൻ്റെ നമ്പർ ഓഫ് വൈറ്റ് ബോൾസ്.
അത് കണ്ടുപിടിക്കണം. നെക്സ്റ്റ്, വൈറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്ര? ഇത് മൂന്നാണ് സാധാരണ ചോദിക്കാറുള്ളത്. ഇവിടെ ശ്രദ്ധിച്ചോളി, ഇതിലൊരു ക്വസ്റ്റ്യനിൽ ഒരു സാധനം കൂടി തന്നിട്ടുണ്ട്. ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/4 ആണെന്ന്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ഈ ഒരു സാധനത്തിനെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ ഒരു സാധനത്തിന് ഇങ്ങോട്ട് എടുത്ത് വെക്കുന്നു, ആൻസറിലേക്ക് എടുത്ത് വെക്കുന്നു. അതായത് ബ്ലാക്ക് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 1/4 ആണ്. ശരിക്കും ഇവിടെ നോക്കിയേ, ഈ 1ന് പകരം എത്ര? നേരത്തെ നമ്മൾ താഴത്തെ നോക്കി, കാരണം എന്താ വെച്ചാൽ ടോട്ടലാണ് തന്നത്. ടോട്ടൽ തന്നാൽ താഴത്തുള്ള നോക്കണം. കളറിൻ്റെ നമ്പർ, കളർ ഇപ്പോൾ റെഡ് അല്ലെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ, കളറാണ് തന്നെങ്കിൽ നമ്മൾ മുകളിലുള്ളതാണ് നോക്കേണ്ടത്. സോ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ബ്ലാക്കിൻ്റെ എണ്ണം തന്നിട്ടുണ്ട്. ശരിക്കും ഈ 1ന് പകരം എത്രയാണ് വരേണ്ടത്? ഈ പറയുന്ന 6 അല്ലേ വരേണ്ടത്? 6 ഇവിടെ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ 1നെ നമുക്ക് എങ്ങനെ 6 ആക്കാൻ പറ്റും? 1 × 6 അല്ലേ 6 എന്ന് പറയുന്നത്? ആ ഇൻറ്റു 6 മുകളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എവിടെയും ചെയ്യണം, താഴത്തും ചെയ്യണം. 4 × 6, 4 × 6 എത്രയാടാ? 24. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു ഫ്രാക്ഷൻ കിട്ടി. ഈ ഫ്രാക്ഷനിൽ നിങ്ങൾ നോക്കിയേ, സാറ് പഠിപ്പിച്ചത് പ്രകാരം, സാറ് മുമ്പ് പഠിപ്പിച്ചത് എവിടെ പോയി ഇവിടെ പഠിപ്പിച്ചത് പ്രകാരം നമ്പർ ഓഫ് ചാൻസ് മുകളിലും ടോട്ടൽ നമ്പർ താഴത്തും. എവിടെയാ? ടോട്ടൽ നമ്പർ താഴത്ത്, ആകെ എണ്ണം താഴത്തല്ലടാ വരുന്നത്. സോ നമ്മൾ ഇവിടേക്ക് വരുന്നു, നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. ഇവിടെ അടിയിലുള്ള ഈ സാധനം എന്താണ്? അടിയിലുള്ള സാധനം എന്താ? ടോട്ടൽ നമ്പർ ആണ്. ഈ മുകളിലുള്ള നമ്പർ ഇതാ ഇവിടെയുള്ള ഈ ബോക്സിലുള്ള കണക്കുമായിട്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ താഴത്ത് വരുന്ന ഈ ഒരു നമ്പർ എന്തായിട്ട് വരും? നമ്മുടെ ടോട്ടൽ നമ്പർ ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ എത്രയാടാ? ടോട്ടൽ 24 ആണെന്ന് ആൻസർ കിട്ടി. ഇനി വൈറ്റിന്റെ എണ്ണം ദാ നോക്കിയേ, ഈ വൈറ്റിന്റെ എണ്ണം കിട്ടണം. ഈ പെട്ടിയിൽ മൊത്തമായിട്ടുള്ളത് 24 ബോളുകളാ. അതിൽ 6 എണ്ണം ആര് കൊണ്ടുപോയി? ബ്ലാക്ക് കൊണ്ടുപോയി. സോ വൈറ്റ് എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ടാവും? വൈറ്റ് എന്ന് പറയുന്നത് 24 - 6 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 18 എന്ന് ആൻസർ കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? പ്രോബബിലിറ്റി ഓഫ് വൈറ്റ്. വൈറ്റ് കിട്ടാനുള്ള ചാൻസ് നമുക്ക് എന്ത് വേണം? വൈറ്റിന്റെ എണ്ണം വേണം. വൈറ്റിന്റെ എണ്ണം മുകളിലുണ്ട്, 18 ആണ്. ടോട്ടൽ നമ്പർ വേണം. ടോട്ടൽ നമ്പർ 24 ആണ്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യെസ്, മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ജോമെട്രിക്കൽ പ്രോബബിലിറ്റി. സാധ്യത, ജാമിതീയ സാധ്യത എന്ന് പറയും. അതായത് ചിത്രം. നമ്മൾ ഈ അമ്പലപ്പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കറക്കുന്ന ട്യൂബുകളൊക്കെ നിങ്ങൾക്ക് കാണാം അല്ലേ? ഇവിടെ നോക്കിയേ, ഇവിടെ സൂക്ഷിച്ച് നോക്കിയേ, ഈ രീതിയിലുള്ള സാധനങ്ങളൊക്കെ വരാറുണ്ട്. ഈ സമയത്ത് നമ്മൾ എങ്ങനെ ചെയ്യും? ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത സാധനമൊക്കെ ആണെങ്കിൽ, ഇപ്പൊ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ, ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ, യെല്ലോയില് ഇപ്പൊ ഇങ്ങനെ കറക്കി ഇങ്ങനെ കറക്കാട്ടോ. ഈ സാധനം കറക്കുന്ന സാധനമല്ലേ? 10 വെച്ച 20, 20 വെച്ച 40, 40 വെച്ച 80, ആ സാധനമാണിതല്ലേ? അവിടെ നോക്കിയേ, ഈ സാധനങ്ങളോട് കറക്കുന്ന സമയത്തുണ്ടല്ലോ, ഇവിടെ യെല്ലോയില് വീകാനുള്ള സാധ്യത എത്ര? വളരെ ഈസിയാണ്. ഇതിൽ എത്ര യെല്ലോ ഉണ്ട്? 1, 2, 3 യെല്ലോ ഉണ്ട്. സോ 3/. ടോട്ടൽ എത്ര ഉണ്ട് നോക്കിയേ? ടോട്ടൽ 8 എണ്ണം ഉണ്ട്. സോ ആൻസർ യെല്ലോ കിട്ടാനുള്ള സാധ്യത 3/8. ഇനി നീലയിൽ വെക്കാനുള്ള സാധ്യത ബ്ലൂവിൽ വരാനുള്ള സാധ്യത എത്ര ബ്ലൂ ഉണ്ടടാ? 1, 2. അപ്പൊ 2/8. ഇനി ഏതാ? വയലറ്റിൽ വരാനുള്ള സാധ്യത. വയലറ്റ് എത്ര വയലറ്റ് ഉണ്ടടാ? 1, 2. അപ്പം 2/8. ടോട്ടൽ 8 എണ്ണം ഉള്ളത്. ഇനി ഓറഞ്ച് ഒന്നല്ലല്ലോ. സോ ഓറഞ്ച് വരാനുള്ള സാധ്യത എത്രയാടാ? 1/8. ഇതിൽ പൈസ വെക്കണേ, ഏത് കളറിൽ വെക്കണതാടാ നല്ലത്? യെല്ലോയില് വെക്കണതല്ലേ നല്ലത്. കാരണം എന്താ? യെല്ലോയില് വെച്ചാൽ എന്താണ്? 3/8. 3 ചാൻസ് ഉണ്ട്, 3 ചാൻസസ് ഉണ്ട്. ഒരു കാരണവശാലും എവിടെ കൊണ്ടുപോയി വെക്കരുത്? ഓറഞ്ചിൽ കൊണ്ടുപോയി വെക്കരുത്. ഈ രീതിയിൽ പാർട്സ് ആയിട്ട് ചോദിക്കുന്ന രീതിയിലുണ്ട്. ഈക്വൽ പാർട്സ് ആയിട്ട് നമുക്ക് മുറിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. പക്ഷെ അതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് ജോമെട്രിക്കൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന GP എന്ന് പറയും. നമ്മൾ ജോമെട്രിക്കൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് നമ്പർ ഓഫ് പ്രോബബിലിറ്റി ഡിവൈഡ് ബൈ അല്ലെങ്കിൽ നമ്പർ ഓഫ് ചാൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ആണ്. എന്നാൽ അത് ഏരിയയുടെ ഭാഗത്തേക്ക് ജോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഏരിയ ഓഫ് ചാൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ. എന്താണ്? ഏരിയ ഓഫ് ചാൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ. ഇതാണ് ജോമെട്രി ആയിട്ട് ബന്ധപ്പെട്ട് വരാറ്. ഇവിടെ നമുക്ക് എണ്ണാൻ പറ്റി, ഈ ഒരു കേസിൽ നമുക്ക് എണ്ണാൻ പറ്റിയത് കൊണ്ടാണ് നമ്മൾ എണ്ണം വെച്ച് ഉപയോഗിച്ച് ചെയ്തത്. അല്ലാത്ത കേസുകൾ നമ്മൾ എന്താക്കണം? ഏരിയ ഉപയോഗിച്ച് ചെയ്യണം. യെസ്, ഇതാ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻ ആയിട്ട് കാണിച്ചു തരാം. പലവട്ടം കാത്തിരുന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. അതല്ല മോനെ, പലവട്ടം പരീക്ഷ പേപ്പറുകളിൽ അമ്മാനമാടിയിട്ടുള്ള ഒരു ചോദ്യമാണിതാ ഈ ബോർഡിൽ കാണുന്ന ഈ ഒരു സാധനം. എന്നിട്ട് ഇവിടെ ഈ ഒരു ചോദ്യം ഇങ്ങനെ തന്നിട്ടുണ്ടല്ലോ. ഇതിൽ റെക്റ്റാങ്കിളിന്റെ
റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഒരു വാല്യൂ തരും. സാർ ഇപ്പൊ തൽക്കാലം 40 സെന്റിമീറ്റർ സ്ക്വയർ എന്നിട്ടോ. ഓക്കെ അല്ലേ? ഇതൊരു 40 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ എങ്കിൽ ഈ പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാണെന്നായിരിക്കും സബ് ക്വസ്റ്റ്യൻ എയിൽ ഉണ്ടാവുക. എന്താണ് ഈ ട്രയാങ്കിളിന്റെയും ഈ ഒരു റെക്റ്റാങ്കിളിന്റെയും പ്രത്യേകത എന്നറിയോ? എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കി വെക്കണ്ടേ, എപ്പോഴും നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ് മക്കളെ. ഈ പറയുന്ന സ്ക്വയറിന്റെ അടിയിലെ ബേസ് സെയിം ആണ്. ഈ റെക്റ്റാങ്കിളിന്റെയും ഈ പറയുന്ന ട്രയാങ്കിളിന്റെയും ബേസ് ഏകദേശം സെയിം തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ബ്രെഡ്ത്തിന് അല്ലെങ്കിൽ വിഡ്ത്തിന് സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ 9ാം ക്ലാസ് പഠിച്ചതാണ്, അന്ന് പഠിച്ചിക്കണമെന്ന് എനിക്ക് ഓർമ്മയില്ല, എന്നാലും പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ സംഭവം എന്നറിയോ? ഇത്രയേ ഉള്ളൂ സംഭവം. ഈ പറയുന്ന റെക്റ്റാങ്കിളിന്റെ ഏരിയന്റെ നേരെ പകുതിയായിരിക്കും ആരുടെ ഏരിയ? ട്രയാങ്കിളിന്റെ ഏരിയ. സോ ഇവിടെ 40 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? 20 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അവിടെ 80 സെന്റിമീറ്റർ സ്ക്വയർ ആണ് റെക്റ്റാങ്കിളിനെങ്കിൽ ട്രയാങ്കിളിന്റെ എത്രയായിരിക്കും? 40 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അതായത് റെക്റ്റാങ്കിളിന്റെ നേര പകുതി. കുഴപ്പമുണ്ടോ? യെസ്. സോ നമുക്ക് എന്ത് കിട്ടി? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എ ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? ബി ക്വസ്റ്റ്യൻ സോറി ഇവിടെ നോക്കിയോളി. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സാറ് കണ്ണുപൂട്ടി ഇങ്ങനെ കറക്കിയൊരൊറ്റ കുത്താ. ഇത് ട്രയാങ്കിളിലും ഏടിയില്ല, സോറിയേ. തൽക്കാലം സാറ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ റെക്റ്റാങ്കിളിനുള്ളിൽ സാറ് കണ്ണ് കുത്തിങ്ങാണ്ട് ഒരു കുത്ത് കുത്തിയാൽ ആ കുത്ത് എന്ന് പറയുന്നത് ഇത് എവിടെയോ ആണ് സാറ് കുത്തുന്നത് അല്ലേ? ആ കുത്ത് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ആ ട്രയാങ്കിളിന്റെ ഉള്ളിൽ വരാനുള്ള ചാൻസ് എത്ര എന്നാണ്? റെക്റ്റാങ്കിളിന്റെ ഉള്ളിൽ ഒരു കുത്ത് കുത്തുകയാണെങ്കിൽ അത് ട്രയാങ്കിളിന്റെ ഉള്ളിൽ വരാനുള്ള ചാൻസ് എത്രയാണ്? അതായിരിക്കും ബി ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കുക? സാർ ഇപ്പോൾ പറഞ്ഞ നല്ല ഇക്വേഷൻ നോക്കിയേ. ഏരിയ ഓഫ് ചാൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ. അതായത് ട്രയാങ്കിളിന്റെ ഏരിയ ഡിവൈഡഡ് ബൈ ട്രയാങ്കിളിന്റെ ഏരിയ ആണ് നമുക്ക് ചാൻസ് ആയിട്ട് കണക്കാക്കാനുള്ളത്. ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിളിന്റെ ഏരിയ അല്ലെങ്കിൽ ആ പറയുന്ന ചതുരത്തിന്റെ ഏരിയ ആണ്. എന്നാ പറഞ്ഞെന്ന് ഈ പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ആരാണ്? 20 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഡിവൈഡഡ് ബൈ ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? 40 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അതായത് 20/40 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 എന്ന് നമുക്ക് ചെറുതാക്കി എഴുതാം. ഇനി ചെറുതാക്കാൻ അറിയാത്തവർ 20/40 എന്ന് പറഞ്ഞ് അവിടെ നിർത്താം. കുഴപ്പമില്ലല്ലോ. ഈ ഒരു ആൻസർ ആണ്. ഇതിൽ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു ഉഡായിപ്പ് വൈ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എ ക്വസ്റ്റ്യൻ മിക്കവാറും റെക്റ്റാങ്കിൾ തരും, ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ്. റെക്റ്റാങ്കിളിന്റെ ഏരിയ എത്ര ആണോ, അതായത് ഏരിയ ഓഫ് റെക്റ്റാങ്കിളിന്റെ പകുതിയായിരിക്കും ട്രയാങ്കിളിന്റെ ഏരിയ. അത് മറന്നു വരുത്. അതായിരിക്കും മിക്കവാറും എ ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇനി എങ്ങനെ തിരിച്ചു മറിച്ചും ചോദിച്ചാലും മിക്കവാറും ആൻസർ 1/2 ആയിരിക്കും. കാരണം ഒന്നെങ്കിൽ ചോദിക്കുക ഈ ട്രയാങ്കിളിന്റെ ഉള്ളിൽ കുത്തിടാനുള്ള സാധ്യതയാണ്, അല്ലെങ്കിൽ ചോദിക്കുക ഈ ട്രയാങ്കിളിന്റെ പുറത്ത് കുത്തു വെക്കാനുള്ള ചാൻസ് ആണ്. പകുതി ചാൻസ് ഉള്ളിലാണെങ്കിൽ പുറത്ത് വെക്കാനുള്ള ചാൻസ് എത്രയായിരിക്കും? പകുതിയായിരിക്കും. ഇനി ഈ പറയുന്ന ട്രയാങ്കിൾ തന്നെ ഇപ്പൊ ഇങ്ങനെ വന്നതിന് പകരമായിട്ട് ചിലപ്പോൾ ഇങ്ങനെ വരാം. നോ പ്രോബ്ലം. ട്രയാങ്കിൾ കുറച്ച് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ചെരിഞ്ഞെന്ന് വിചാരിച്ച് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. യെസ്, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജോഡികൾ അല്ലെങ്കിൽ പെയർ. എടാ മോനെ, രജനി ചേച്ചിക്ക് 3 കമ്മലുണ്ട്, 3 നെക്ലേസ് ഉണ്ട്. രജനി ചേച്ചി ഇത് എങ്ങനെ ഇടുമെന്ന് നമ്മളോടാ ചോദിച്ചത്. ഇത് രജനി ചേച്ചിന്റെ പിയാപ്പിള തീരുമാനിക്കേണ്ട കാര്യമല്ലേ? നമ്മളാണോ തീരുമാനിക്കേണ്ടത്? നമ്മൾ തീരുമാനിച്ചാൽ നമ്മളെ കുടുംബത്തിൽ കലഹം ഉണ്ടാവോ? എന്തെങ്കിലും ആവട്ടെ, ഈ ചോദ്യം ചോദിച്ച് നിങ്ങൾ പരീക്ഷകളിൽ ഇങ്ങനെ കൊത്തിരുന്നാൽ നമ്മളെ കുടുംബം കലങ്ങൂലെന്ന് ചോദിച്ച് നിന്ന് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടൂല. എന്താണ് ജോഡികൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ജോഡികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഈസി ട്രിക്കുമായിട്ടാണ് സാറ് വന്നിട്ടുള്ളത്. വളരെ ഈസിയാണ്. നമുക്ക് കളർ പെയറും ഉണ്ട്, അതുപോലെ തന്നെ നമ്പർ പെയറും ഉണ്ട്. ഈ കളർ പെയറും നമ്പർ പെയറും എങ്ങനെ ചെയ്യാം എന്നുള്ളതും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നമ്മുടെ രജനി ചേച്ചിയുടെ കണക്കിലേക്ക് തന്നെ വരുന്നു. രജനി ചേച്ചിക്ക് 3 നെക്ലേസ് ഉണ്ട്. എന്തുണ്ട്? നെക്ലേസ്. ഓക്കെ, എന്താണ് രജനി ചേച്ചിയുടെ കയ്യിലുള്ള നെക്ലേസിന്റെ കളർ എന്നറിയോ? ചുവപ്പുണ്ട്, നീലയുണ്ട്, പച്ചയുണ്ട്. കുഴപ്പമില്ലല്ലോ. ഏതൊക്കെയാണ് ഉള്ളത്? ചുവപ്പുണ്ട്, പച്ചയുണ്ട്, നീലയുണ്ട്. അതുപോലെ തന്നെ രജനി ചേച്ചിൻ്റെ കയ്യിൽ ഇയർ റിംഗ് ഉണ്ട്. എന്ത് റിംഗ് ഉണ്ട്? ഇയർ റിംഗ്. കമ്മല്. ഏതൊക്കെയാണെന്നറിയോ? ചുവപ്പുണ്ട്, നീലയുണ്ട്, പച്ചയുണ്ട്. ഇത്
രജനി ചേച്ചിക്ക് ഏതൊക്കെ രീതിയിൽ ടോട്ടൽ ഏതൊക്കെ രീതിയിൽ ഇടാൻ പറ്റും, ടോട്ടൽ എത്ര രീതിയിൽ ഇടാൻ പറ്റും എന്നുള്ളതും ഇതിൽ ചോദിക്കാനുള്ളത്, രണ്ടും സെയിം കളറായിട്ട് രജനി ചേച്ചിക്ക് എത്ര പ്രാവശ്യം ഇടാമെന്നും ഡിഫറെൻറ്റ് കളറിൽ ഇടാനുള്ള സാധ്യത എത്ര എന്നും, സാധ്യതയാണ് കേട്ടോ നമ്മുടെ കണക്ക്, അല്ലെങ്കിൽ ചാൻസ് ആണ് നമ്മുടെ കണക്ക് മുഴുവൻ വരുന്നത്. സോ ഡിഫറെൻറ്റ് രീതിയിൽ ചേച്ചിക്ക് എങ്ങനെയൊക്കെ ഇടാം എന്നുള്ളതുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഡിഫറെൻറ്റ് രീതിയിൽ എങ്ങനെയൊക്കെ ഇടാൻ പറ്റും, അതുപോലെ തന്നെ സെയിം കളറിൽ എങ്ങനെയൊക്കെ ഇടാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ രണ്ട് ജോഡികളായിട്ട് രണ്ട് പാത്രത്തിലായിട്ടാണ് നമുക്ക് വരുന്നത്. ഇവിടെ ഇപ്പം പാത്രം എന്നുള്ളതിന് പകരം ഒന്ന് നെക്ലേസും ഒന്ന് ഇയറിങ്ങും ആണ്. അപ്പോൾ ഇത് ഒന്നാമത്തെ പാത്രമായിട്ട് ഞാൻ എടുക്കുന്നു, ഇത് രണ്ടാമത്തെ പാത്രമായിട്ട് എടുക്കുന്നു. പാത്രമായിട്ട് എടുക്കുന്നതാണ് നല്ലത്. ഒന്നാമത്തെ പാത്രത്തിൽ ടോട്ടൽ എത്ര നമ്പറുകളുണ്ട്, എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം അല്ലേ? സോ 3 ഇൻറ്റു രണ്ടാമത്തെ പാത്രത്തിൽ എത്ര ഉണ്ട്? 3 എണ്ണം ഉണ്ട്. സോ ആ നമ്പർ ഇൻറ്റു ആ നമ്പർ. ഇവിടെ 3 ഇൻറ്റു 3 വരാൻ കാരണം ഇവിടുത്തെ ടോട്ടൽ 3 ആണ്, ഇവിടുത്തെ ടോട്ടലും 3 ആണ്. അപ്പോൾ 3 ഇൻറ്റു 3 ചെയ്താൽ എത്ര കിട്ടി? നമുക്ക് 9 കിട്ടി. ഇതാണ് ടോട്ടൽ പേഴ്സ്, അല്ലെങ്കിൽ 9 രീതിയിലാണ് ശരിക്കും രജനി ചേച്ചിക്ക് ഇടാൻ പറ്റും. ഓക്കെ, അത് നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള എണ്ണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിനെന്താക്കാൻ പോവാണെന്ന് അറിയാം, എത്ര എണ്ണം സെയിം ആണ്, എത്ര എണ്ണം ഡിഫറെൻ്റ് ആണ് എന്നൊക്കെ നോക്കാൻ പോവാണ്. അപ്പോൾ രജനി ചേച്ചി എങ്ങനെയൊക്കെ ഇത് ഇടും എന്നുള്ളത് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈസി ആയിട്ടൊരു ഒരു ട്രിക്ക് വരയ്ക്കാൻ പോവാണ്. നമ്മുടെ 2 വര മെത്തേഡ് എന്നാണ് ഈ ട്രിക്കിന് പറയാറുള്ളത്. ഒരു വര സാറ് ഇങ്ങനെ വരച്ചു, അതുപോലെ തന്നെ ഒരു വര ഇങ്ങനെയും വരച്ചു. 2 വര മാത്രമേ നമ്മളിതിൽ ഉപയോഗിക്കുന്നുള്ളൂ. ഇതിൽ ഈ ഒരു ഭാഗത്ത് ഒന്നാമത്തെ പെട്ടിയിലുള്ള അല്ലെങ്കിൽ ഒന്നാമത്തെ സാധനങ്ങളായിട്ടുള്ള നമ്മുടെ ചുവന്ന നെക്ലേസ്, പച്ച നെക്ലേസ്, നീല നെക്ലേസ്, ദെൻ പച്ച നെക്ലേസ്. അടുത്തതിൽ രണ്ടാമത്തേൽ ഇയറിംഗ് ആണ്. ചുവന്ന ഇയറിംഗ് ഉണ്ട്, നീല ഇയറിംഗ് ഉണ്ട്, പച്ച ഇയറിംഗ് ഉണ്ട്. ഇനിയൊരു വൃത്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു 2 വരയുടെ ഇതിൻ്റെ മുകളിൽ കൂടി നമ്മളൊരു ഷോക്ക് ഇടുന്നു. കണ്ടില്ലേ സാർ, ഇങ്ങനെ ഷോക്ക് ഇടുന്നു. എന്തിനാ ഷോക്ക് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഷോക്ക് ഇട്ടാലും ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഈവൻറ്റ് നമ്മൾ കുറച്ച് ഷോക്ക് ഇട്ടു. ഓക്കെ അല്ലേ? ഇനി സാറ് ഇവിടെ കുറച്ച് ലൈൻ വരയ്ക്കുകയാണ് കേട്ടോ. 2 വര മെത്തേഡ് ആയതുകൊണ്ട് 2 വരയെ വരയ്ക്കുന്നതൊന്നുമില്ല, കുറച്ച് വരകൾ വരച്ചു. ഇവിടെ നോക്കിയേ, ഈ കള്ളിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ കള്ളിയിലേക്ക് വരുന്ന സമയത്ത് ഇവിടുന്ന് റെഡും വന്നു, ഇവിടുന്ന് റെഡും വന്നു, നെക്ലേസും റെഡ് വന്നു, ഇയറിംഗും റെഡ് വന്നു. സോ ഇവിടുത്തെ ആൻസർ എന്താ? RR. നിങ്ങൾ ബയോളജി പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ബയോളജിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ നോക്കിയേ, ഈ ബ്ലൂ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്നു, ഈ റെഡ് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവിടുത്തെ എന്താ വരിക? RB. സാർ ഉള്ളിൽ എഴുതുന്ന കളർ ഒന്ന് മാറ്റിത്തരേ, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. യെസ്, ഇവിടെ നോക്കിയോളി സാറ്, റെഡ് കളർ എടുക്കാം. റെഡ് ഇവിടേക്ക് വരുമ്പോൾ റെഡ് ബ്ലൂ, ഇവിടേക്ക് വരുമ്പോൾ എന്താവും? ഒന്ന് നോക്കിയേ, ഇവിടേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക? ഗ്രീൻ ഇങ്ങോട്ടും വരും, റെഡ് ഇവിടുന്ന് ഇങ്ങോട്ട് വരും. അപ്പോൾ RG എന്ന് വരും. എന്താ വരിക? RG. അടുത്ത് ഇവിടെ നോക്കിയേ, ഇവിടെ എന്താ വരിക? ഇവിടേക്ക് എന്താ വരിക? യെസ്, ഇവിടേക്ക് എന്തൊക്കെ വരിക? R വരും, B വരും. ആദ്യം B വരും, പിന്നെ R വരും. അപ്പോൾ എങ്ങനെ ആൻസർ വരിക? BR. ഇവിടേക്ക് BB, ഇവിടേക്ക് BG, ഇവിടേക്കോ GR, ഇവിടേക്ക് GB, ഇവിടെ GG. എല്ലാ പേരും ഇട്ടോ. ലക്ഷ്മി ചേച്ചി അല്ലല്ലേ? എന്ത് ചേച്ചി ആയിരുന്നു? രജനി ചേച്ചി ഏതൊക്കെ രീതിയിലാണ് കമ്മലും നെക്ലേസും ഇടുക എന്നുള്ളത് കൃത്യമായിട്ട് നമ്മളിവിടെ നോട്ട് ചെയ്ത് വെച്ചു. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടും സെയിം ആയിട്ട്, ഇയറിംഗും നെക്ലേസും സെയിം ആയിട്ട് ഇതിൽ ഏതൊക്കെയാടാ? RR ഉണ്ട്, BB ഉണ്ട്, GG ഉണ്ട്. 3 എണ്ണം അല്ലേ ഉള്ളത്? സോ ദ ആൻസർ ഈസ്, പറയടാ, 3 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര ഉണ്ടടാ? ടോട്ടൽ ഇവിടെ എണ്ണി നോക്കണമെങ്കിൽ എണ്ണി നോക്കാം, അല്ലെങ്കിൽ നമ്മൾ മോഡലിൽ ടോട്ടൽ എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ടോട്ടൽ എത്രയാണ്? 9 ആണ്. സോ ദ ആൻസർ ഈസ് 3/9. ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ എത്ര ഉണ്ടടാ? നോക്ക്, RB ഉണ്ട്, RG ഉണ്ട്, BR ഉണ്ട്, BG ഉണ്ട്, GR ഉണ്ട്, GB ഉണ്ട്. എത്ര ഉണ്ട്? 6 എണ്ണം ഉണ്ട്. എത്ര ഉണ്ട്? 6 എണ്ണം. സോ ദ ആൻസർ ഈസ് 6/9. ഇതാണ് രജനി ചേച്ചിയുടെ കണക്ക് എന്ന് പറയുന്നത്. ഇതേ സാധനം ഈ കളറിന് പകരം ഇത് നമ്പറിലേക്ക് വന്നു. ഫോർ എൻ എക്സാമ്പിൾ, വളരെ ഈസി ആയിട്ട് പറഞ്ഞുതരാം. നോക്കണേ, ഒരു പെട്ടിയിൽ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. മറ്റൊരു പെട്ടിയിൽ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇവിടെ ക്വസ്റ്റ്യൻ ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ക്വസ്റ്റ്യൻ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെയിം നമ്പർ ആവാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് നമ്പർ ആവാം, ഇങ്ങനെയൊക്കെ ചോദിക്കാം. ഇനി ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, സമ്മ് 4 ആവാനുള്ള ചാൻസ് എത്ര? 2 നമ്പർ ആഡ് ചെയ്യുമ്പോൾ 4 ആവാനുള്ള ചാൻസ് എത്ര? അതുപോലെ ചോദിക്കാം,
സമ്മ് തന്നെ ചോദിക്കാം, ചിലപ്പോൾ പ്രൊഡക്റ്റ് ചോദിക്കാം. പ്രൊഡക്റ്റ് ആക്കുമ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് എടുക്കണം, സമ്മാവുമ്പോൾ നമ്മൾ സം എടുക്കണം. ഓക്കെ, ഇനി സമ്മ് ഓഡ് നമ്പർ ആവാനുള്ള സാധ്യത എത്ര? ഈ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര തന്നെ ഉള്ളൂ. 2 വര മെത്തേഡ്. വരടുക, വരമ ഷോക്ക് ഇടുക. ഹയ്യ, ഈ വരമ ഷോക്ക് ഇടുന്നതിൽ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 1, 2 ഒന്നാമത്തെ പെട്ടിയിൽ ആരൊക്കെ ഉണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഓക്കെ അല്ലേ? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. നെക്സ്റ്റ് രണ്ടാമത്തെ പെട്ടിയിൽ ഇതാ ഇവിടേക്ക് രണ്ടാമത്തെ പെട്ടിയാണ്. രണ്ടാമത്തെ പെട്ടിയിൽ ആരൊക്കെ ഉണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. നോക്കിയേ, ഇതാ ഇതിലെല്ലാം കൂടി കുറേ വരകളൊക്കെ വരച്ചു കണ്ടിട്ട് വൃത്തിയാക്കി വെക്കാം. യെസ്, ഇവിടെ ഒരു വരയും കൂടി വരയ്ക്കണ്ടേ. യെസ്, അങ്ങനെയാണെങ്കിൽ പറയണം. സാറും കൂടി എടുത്ത് തരുന്ന കളറ് ജസ്റ്റ് ഒരു ഗ്രീൻ ആക്കിയിട്ടുണ്ട്. സോ പറഞ്ഞേ, ഇവിടെ എന്താ വരിക? നമ്മുടെ ഈ ഒരു സ്ഥലത്തേക്ക് എന്താ വരിക? 1 വരും, 1 വരും. നമുക്കിവിടെ സമ്മുമായിട്ട് ബന്ധപ്പെട്ടല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ എടുക്കേണ്ടത്? സമ്മ എടുക്കേണ്ടത്. ആഡ് ചെയ്തെടുത്താൽ മതി. 1 1 കൂട്ടിയാൽ 2 ആണ്. ഈ കളറല്ലല്ലോ, 2 ആണ്. അടുത്ത് 2 1 കൂട്ടിയാൽ 3 ആണ്. അടുത്ത് 3 1 കൂട്ടിയാൽ 4 ആണ്. ഇവിടെ 1 2 1 2 കൂട്ടിയാൽ ആരാടാ? 1 2 കൂട്ടിയാൽ എത്രയാ? 3 ആണ്. ഇവിടെ 4 വരും, ഇവിടെ 5 വരും, ഇവിടെ 4 5 6, ഇവിടെ 5 6 7. എല്ലാം ആഡ് ചെയ്തില്ലേ? നോക്കി, ആഡ് ചെയ്യാൻ ഏതോ വിട്ടുപോയിട്ടുണ്ടോ? ഇല്ല. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന അതിന് മുമ്പായിട്ട് നമ്മൾ ടോട്ടൽ കണ്ടുപിടിക്കണം. ടോട്ടൽ എത്ര വരിക? ടോട്ടൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ പെട്ടിയിലുള്ള നമ്പർ 3 ഇൻറ്റു, അതായത് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, ടോട്ടൽ 3 എണ്ണ ഉള്ളത്. രണ്ടാമത്തെ പെട്ടിയിൽ എത്ര എണ്ണ ഉള്ളത്? 4 എണ്ണ ഉണ്ട്. സോ അത് 4 എന്നുള്ള നമ്പർ ഇവിടെ എടുക്കുന്നു. 3 ഇൻറ്റു 4, 3 ഇൻറ്റു 4 എത്രയാടാ? 3 ഇൻറ്റു 4 12 അല്ലേ? സോ നമുക്ക് ടോട്ടൽ ആൻസർ 12 ആണെന്ന് കിട്ടി. അതായത് എല്ലാ ആൻസറിന്റെ അടിയിൽ 12 ആണ് ഉണ്ട് എന്ന് മനസ്സിലായി. നെക്സ്റ്റ് മുകളിലുള്ള നമ്പറിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ നോക്കി, സമ്മ് 4 വരണം. സമ്മ് 4 വരുന്ന 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4ലേക്ക് കടക്കോ? ഇവിടേക്ക് വരുമ്പോ ഷോക്ക് അടിക്കും, ഇവിടേക്ക് വരുമ്പോ ഷോക്ക് അടിക്കും. കണ്ടോ? ഷോക്കിട്ട ലൈൻ കണ്ടോ? ഷോക്കിട്ട ലൈൻ്റെ അപ്പുറത്തേക്ക് പോവാൻ പാടില്ല, പാടില്ല, പാടെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. ഇവിടെ നോക്കടാ, 4 1 2 3 എണ്ണേ ഉള്ളൂ. സമ്മ് 4 വരുന്ന എത്ര ഉള്ളത്? സമ്മ് 4 വരുന്ന 3 എണ്ണേ ഉള്ളൂ. സോ ദ ആൻസർ ഈസ് 3/12. സോ ദ ആൻസർ ഈസ് 3/12. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് സമ്മ് ഓഡ് വരുന്നത് എത്ര ഉണ്ട്? ഇവിടെ നോക്കടാ, 1 2 3 4 5 6. എത്ര ഉണ്ട്? 6 എണ്ണം ഉണ്ട്. സോ ദ ആൻസർ ഈസ് 6/12. എത്രയാണ്? 6/12. യെസ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ വെറും ഒരു ചോദ്യമേ ഉള്ളൂ, പക്ഷേ പരീക്ഷയ്ക്ക് ഇത് എന്തായാലും ചോദിക്കും. 100% ഈ പറയുന്ന ഓണപ്പരീക്ഷയ്ക്ക് മെയിൻ എക്സാമിനൊക്കെ ഇത് ചോദിച്ചിരിക്കും എന്നുള്ളതിൽ 100% അല്ല 200% സാറ് ഗ്യാരണ്ടിയാണ്. എടാ ഇവിടെ നോക്കടാ, ഇതെങ്ങനെ ചെയ്യാന്നറിയോ? ഇത് ചെയ്യാൻ ഒരു ഈസി ട്രിക്ക് ഉണ്ട്. ഇവിടെ നോക്കിയേ, നമ്മുടെ ഒരു ക്ലാസ് അല്ലേ, 10th A ക്ലാസ്, 10th A ക്ലാസ്സിൽ 30 ബോയ്സ് ഉണ്ട്, അതുപോലെ തന്നെ 20 ഗേൾസ് ഉണ്ട്. അങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് 10 B ക്ലാസ്സിൽ 15 ബോയ്സും 25 ഗേൾസും ഉണ്ട്. നിങ്ങൾ ആദ്യം ഇങ്ങനത്തെ ഒരു ബോക്സിലാക്കി രണ്ടാക്കി വെക്കട്ടോ. നമ്മൾ പാരഗ്രാഫായിട്ട് ഇവിടെ ഇങ്ങനെ പാരഗ്രാഫായിട്ട് പറയുന്ന ഈ ഒരു ക്വസ്റ്റ്യനെ നിങ്ങൾ എന്താക്കി മാറ്റുക? ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒരു ബോക്സ് ആക്കി മാറ്റാം. ഇനി സബ് ക്വസ്റ്റ്യൻ ABCD എന്നൊക്കെ പറഞ്ഞു കണ്ട് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതിൽ ഓരോന്നും എങ്ങനെയാണ് ചെയ്യാന്നുള്ളതും ഇതിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ് സാറ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ മിക്കവാറും ടോട്ടൽ പേഴ്സ് എത്ര എണ്ണം എന്നാണ് ചോദിക്കുക. എത്ര ടോട്ടൽ പേഴ്സ് ഉണ്ടെന്നാണ് ചോദിക്കുക. നിങ്ങൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്നാമത്തെ പെട്ടിയിൽ ടോട്ടൽ എത്ര ആളുണ്ട് നോക്കുക. ഒന്നാമത്തെ പെട്ടിയിൽ ഒന്നാമത്തെ ക്ലാസ്സിൽ 30 + 20 50 ആൾക്കാരുണ്ട്. നെക്സ്റ്റ് രണ്ടാമത്തെ പെട്ടിയിൽ എത്ര ആൾക്കാരുണ്ട്? ടോട്ടൽ 15 + 25 ദാറ്റ് ഈസ് ഈക്വൽ ടു 40. അതായത് ടോട്ടൽ പേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് 50 × 40, അതായത് ഇതിൻ്റെ ടോട്ടൽ ഇൻറ്റു ഇതിൻ്റെ ടോട്ടൽ. രണ്ട് പെട്ടിയിലുള്ള ടോട്ടലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആൻസർ എത്രയാടാ? 50 × 40 എത്രയാടാ? 50 × 40 എത്രയാടാ? 50 × 40 എത്രയാടാ? 2000 2000. എത്രയാണ്? 2000 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ഇങ്ങനെയാണ് ഉണ്ടാവുക, ബോയും ആവാനുള്ള ചാൻസ് എത്ര? ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോരുത്തരെ വീതം എടുക്കുകയാണെങ്കിൽ എന്നൊക്കെ ചോദിക്കും. ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് കണ്ടോ, one student is to be chosen from each class. ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോരുത്തരെ വീതം എടുക്കുകയാണെങ്കിൽ ബോയ് ആവാനുള്ള ചാൻസ് എത്ര? അടുത്തത് ഗേൾ ആവാനുള്ള ചാൻസ് എത്ര? ഒരു ബോയും ഒരു ഗേളും ആവാനുള്ള ചാൻസ് എത്ര? അടുത്തത് അറ്റ്ലീസ്റ്റ് 1 ഗേൾ, അറ്റ്ലീസ്റ്റ്
1 boy. ഇതാണ് ഇവിടെ ചോദിക്കാവുന്ന 5 ചോദ്യങ്ങൾ. ഇതിൽ ഓരോന്നും നമ്മൾ സോൾവ് ചെയ്ത് പോലും ഫസ്റ്റ് ബോയ് കിട്ടാനുള്ള ചാൻസ് എത്ര? ഇതിന് വേണ്ടിയിട്ട് സാർ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ഇവിടെ സൂക്ഷിച്ച് നോക്കിക്കോളൂ കേട്ടോ. ഈ ഒരു പെട്ടിയിൽ നോക്കണേ, ഇവിടുത്തെ ബോയിനെയും അവിടുത്തെ ബോയിനെയും എടുക്കാം. സാർ ഈ കണക്ഷൻ ഒന്ന് വേറെ കളർ ഉപയോഗിച്ച് വരയ്ക്കാം, റെഡ് ഉപയോഗിച്ചിരിക്കാം. ഇവിടുത്തെ ബോയിനെയും അവിടുത്തെ ബോയിനെയും എടുക്കാം, ഓരോരുത്തരെ വീതം എടുക്കുകയാണെങ്കിലേ. ഇനി ഇവിടുത്തെ ബോയിനെയും അവിടുത്തെ ഗേളിനെയും എടുക്കാം, നോ പ്രോബ്ലം. തിരിച്ചു നോക്കിയേ, ഇവിടുത്തെ ഗേളിനെയും അവിടുത്തെ ബോയിനെയും എടുക്കാം, ഇവിടുത്തെ ഗേളിനെയും ഇവിടുത്തെ അപ്പുറത്തെ ക്ലാസ്സിലെ ഗേളിനെയും എടുക്കാം. ഈ 4 രീതിയിലേ എടുക്കാൻ പറ്റുള്ളൂ. ആ വര വെറുതെ അവിടെ പെട്ടിൻ്റെ അടുത്ത് പെൻസിലുകൊണ്ട് അങ്ങനെ വരച്ച് വെക്കാം. എന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കാം. ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരുന്നു. ബോയ് അടിയിൽ 2000 വരൂ, കാരണം ടോട്ടൽ ചാൻസ് 2000. മോളിൽ നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് നോക്കുക. ഈ ചിത്രത്തില് ബോയ് അവിടെ നമുക്ക് 4 വരകളുണ്ട് അല്ലേ? 4 രീതിയിൽ എടുക്കാന്നുള്ള രീതിയിൽ 4 വരകൾ ഞാൻ വരച്ചിട്ടുണ്ട്. അതിൽ ഏത് വരന്റെ അറ്റത്താണ് രണ്ടും ബോയ് വരുന്നത്? നോക്കിയേ, ബോയ്. ആ വരന്റെ അറ്റത്തല്ലേ ബോയ് വരുന്നത്? ആ 2 നമ്പർ, ആ വരന്റെ 2 അറ്റത്തുള്ള 2 നമ്പറുകളില്ലേ, അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടി. ഇവിടെ നോക്കിയേ, എത്രയാണ് ആൻസർ എന്ന് പറഞ്ഞേ? ഇതിന്റെ 2 അറ്റത്ത് 30 × 15 അല്ലേ? അതിന്റെ 2 അറ്റത്ത് 30 ഉം 50 അല്ലേ? 30 × 50 എത്രയാടാ? 30 × 50 എന്ന് പറയുന്നത് നമുക്ക് ആൻസർ കിട്ടും 450 ഡിവൈഡഡ് ബൈ 2000. ആൻസർ കിട്ടിയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഗേൾ രണ്ടും ഗേൾ ആവാനുള്ള ചാൻസ് എത്രയാന്ന്? അടിയിൽ ഞാൻ പറഞ്ഞു 2000 വരും. മോള് ഈ വരയുടെ ഏത് വരയുടെ അറ്റത്താണ്? ഇതിൽ ഏത് വരയുടെ അറ്റത്താണ് ജി ഉള്ളത്? ഇതിന്റെ 2 അറ്റത്ത് ജി ആണോ? അല്ല. ഇതിന്റെ 2 അറ്റത്ത് ജി ആണോ? അല്ല, ഒരു ബോയും ഗേളാ. ഇതിന്റെ 2 അറ്റത്ത് ജി ആണോ? അല്ല, ഒരു ഗേളും ബോയാ. ഇതിന്റെ 2 അറ്റത്ത് ജി ആണോ? ഗേളുമാണോ? ഗേളുമാണ്. ആ 2 നമ്പറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാ. ഏതൊക്കെയാണ് നമ്പർ? 25ഉം 20ഉം. എന്നാ മൾട്ടിപ്ലൈ ചെയ്തേ, 20 × 25. 20 × 25 എത്രയാടാ? 500 ഡിവൈഡഡ് ബൈ 2000. ഇത് വെട്ടി ചെറുതാക്കണം എന്നൊക്കെ പറയും. എന്റെ മക്കള് വെട്ടി ചെറുതാക്കാൻ പോണ്ട, നിങ്ങളെ ഭയങ്കര വിശ്വാസം. അടുത്തത് നെക്സ്റ്റ്, ഒരു ബോയും ഒരു ഗേളും. നോക്കടാ, ഇതിൽ ഏതൊക്കെ വരയില ഒരു ബോയ് ഒരു ഗേൾ ഉള്ളത്? ഈ വരയിൽ ഒരു ബോയ് ഒരു ഗേളും ആണോ? ഈ വരയിൽ ഒരു ബോയ് ഒരു ഗേളും ആണോ? അല്ല, ഇത് ബി ആണ് സാറേ, ഇത് ജി ആണ് സാറേ. അപ്പൊ 2 വരയല്ല. അടുത്ത് ഇവിടെ നോക്കിയേ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ വരയിലോ ഒരു ബോയ് ഒരു ഗേളും ഇല്ലേ? ഉണ്ട്. ആ നമ്പർ എടുത്ത് വരടാ. എത്രയാണ്? 30 × 25. കഴിഞ്ഞോ? ഇല്ല. ഇവിടെ നോക്കി, ഇതിലും ഒരു ബോയും ഒരു ഗേളും അല്ലേ ഉള്ളത്? അപ്പൊ ആ 2 നമ്പറും വേണം. അതിൻ്റെ ഇടയിൽ നമ്മൾ 2 പ്ലസ് ആണ്. ഒരു വര മൾട്ടിപ്ലിക്കേഷൻ, അതായത് വരമേലുള്ള 2 നമ്പർ മൾട്ടിപ്ലിക്കേഷൻ. ഒരു വര കഴിഞ്ഞ് അടുത്ത വരയും കൂടി ചെയ്യണം എന്നുണ്ടെങ്കിൽ അതെന്താക്കണം? നമ്മൾ ആഡ് ചെയ്യണം. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് എത്രയാടാ? ഈ 20 × 15 അല്ലേ? 20 × 15 എത്രയാടാ? യെസ്, 20 × യെസ്, പോയി എവിടെ പോയി? യെസ്, കമ്മിങ് ബാക്ക്. 20 × 15 കൂടി ചെയ്താൽ മതി. ചില സ്കൂളിലെ ടീച്ചർമാര് എന്തൊക്കെയോ കൂട്ടി എന്തൊക്കെയോ കുറയ്ക്കണം എന്ന് പറയും. എന്താ കൂട്ടിയൊന്നും എന്താ കുറച്ചൊന്നും ഓൾക്ക് മനസ്സിലായിണ്ടാവില്ല. പണ്ട് എനിക്കും മനസ്സിലായില്ലായിരുന്നു. കമ്മിങ് ബാക്ക്. പിന്നെ എൻ്റെ ഒരു സാറുണ്ടായിരുന്നു, ഫേവറേറ്റ് ആയിട്ടുള്ള സാറുണ്ടായിരുന്നു. ആ സാറാണ് എനിക്കിത് പറഞ്ഞൊന്ന് സെറ്റാക്കി തന്നത്. ഏതായാലും കമ്മിങ് ബാക്ക്. ഇതിന്റെ അടിയിൽ എന്താണ് വരിക? ഇതിലേതാ വരിക? അടിയിൽ വരുന്നത് 2000 വരും. അടിയിൽ എന്ത് വരും? 2000 വരും. യെസ്, മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. ഇവിടെ നോക്കിയേ, ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തേ. 30 × 25 എത്രയാടാ? 750 പ്ലസ് 20 × 15 എത്രയാടാ? 300 ആണ് ബൈ 2000. ദാറ്റ് ഈസ് ഈക്വൽ ടു 750 300 കൂട്ടിയ 1050 ഡിവൈഡഡ് ബൈ 2000 എന്ന് ആൻസർ കിട്ടി. ഇനിയും ഇവിടുന്ന് ചോദിക്കാൻ 2 ചാൻസ് ഉള്ളത്. 2 രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്. ഒന്ന്, അറ്റ്ലീസ്റ്റ് 1 ബോയ്, ഒരു ബോയ് എങ്കിലും ഉണ്ടാവണം. നിങ്ങൾ നോക്കി, ഈ ലൈന് നോക്കി, ഈ ലൈനുകളിൽ ഏത് ലൈനിലാണ്, ഈ 4 ലൈനിൽ ഏത് ലൈനിലാണ് ഒരു ബോയ് ഉള്ളത്? ബിബിയിൽ ഒരു ബോയ് ഉണ്ടോ? ഉണ്ട്. ബിജിയിൽ ഒരു ബോയ് ഉണ്ടോ? ഉണ്ട്. ജിബിയിൽ ഒരു ബോയ് ഉണ്ടോ? ഉണ്ട്. ജിജിയിൽ ഒരു ബോയ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഈ വര മാത്രം വേണ്ട, ബാക്കിയുള്ള എല്ലാ വരയും കൂട്ടണം. അപ്പൊ ഇവിടെ നോക്കിയേ, ഫസ്റ്റത്തെ വര ബി 30 × 15. അപ്പൊ ഞാൻ എന്താക്കുന്നു? ഇവിടെ ആദ്യം 30 × 15. ഓക്കെ അല്ലേ? പ്ലസ് അടുത്തത് എത്ര നോക്കിയേ, 15 × 20. കണ്ടോ? ഇതിലൊരു ബോയ്, ഇതാ ഒരു ബോയും ഉണ്ട് ഒരു ഗേളും ഉണ്ട്. അപ്പൊ അവിടെ എന്ത് വരും?
ഒരു ബോയ് ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു ബോയ് ഉണ്ടായാൽ മതി, മിനിമം ഒരു ബോയ് ഉണ്ടായാൽ 20 × 15. സോ 20 × 15 പ്ലസ് അടുത്ത് നോക്കിയേ പറഞ്ഞേ, നെക്സ്റ്റ് നോക്കി പറഞ്ഞേ, ഇതാ ഈ വര നമ്മളെടുത്തു, അല്ലേ? ഇനി ഈ വര എടുക്കുന്നു, ഈ വരയിൽ നോക്കിയേ ഒരു ബോയും ഉണ്ട് ഒരു ഗേളും ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു ബോയ് എങ്കിലും ഉണ്ടാണെന്നല്ലേ പറഞ്ഞത്. സോ 30 × 25 കഴിഞ്ഞോ? നോക്കിയേ ഇവിടെ നോക്കിയേ, ഈ വരയിൽ വരുമോ? ഇത് ഗേൾ, ഇതും ഗേൾ, രണ്ട് ഗേളാണ്, പറ്റുമോ? ഇല്ല, നമ്മൾ അത് ഗേൾ ആവശ്യമില്ല, നമുക്ക് എന്നാ മതി. അതിൽ ഗേൾ ഒരു ബോയ് ഉണ്ടായതിനെ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഗേളിൽ എന്തില്ല? ബോയ് ഇല്ല. സോ ഇവിടെ ക്യാൻസർ വരുമ്പോൾ എന്ത് വരും ഒന്ന് പറഞ്ഞേ? ബൈ അടിയിൽ എന്ത് വരും? മറക്കരുത്, 2000. അടിയിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള, ഇവിടെ കണ്ടുപിടിച്ചിട്ടുള്ള, യെസ് എവിടെ പോയി? യെസ് ഇവിടെ കണ്ടുപിടിച്ചിട്ടുള്ള 2000 എന്നുള്ള ഈ ഒരു നമ്പറിനെ നമ്മൾ എന്താക്കാൻ പാടില്ല? മറക്കാൻ പാടില്ല. യെസ് അടുത്തിലേക്ക് വരുമ്പോൾ 30 × 15 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാടാ? 450 പ്ലസ് 20 × 15 എത്രയാടാ? 300 പ്ലസ് പറഞ്ഞേ 30 × 25 എത്രയാടാ? 750. ദാറ്റ് ഈസ് ബൈ 2000. ഈ ബൈ 2000 എന്നോട് ഇടയ്ക്കിടയ്ക്ക് മറന്നു കേട്ടോ, നിങ്ങൾ ഓർമ്മിപ്പിക്കണേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 450 പ്ലസ് 300 പ്ലസ് 750 എന്ന് പറയുമ്പോൾ നമുക്ക് 1500 ഡിവൈഡഡ് ബൈ 2000 എന്ന ആൻസർ കിട്ടും. സിമ്പിൾ അല്ലേ? ഡൗട്ട് ഉണ്ട് അല്ലേ? ചെറിയൊരു ഡൗട്ട് ഉണ്ട്, സാർ റെഡി ആക്കി തരട്ടാ. ഇതേപോലെ തന്നെ നമുക്ക് ചോദിക്കുന്ന ഒരു സാധനമാണ് അറ്റ്ലീസ്റ്റ്. ഇവിടെ മോളിൽ അറ്റ്ലീസ്റ്റിന്റെ സ്പെല്ലിംഗ് തെറ്റാട്ടോ, നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം കേട്ടോ. അറ്റ്ലീസ്റ്റ് 1 ഗേൾ എന്നാണ് ചോദ്യം. ഈ ബോയ് എന്ന് ചോദിച്ചത് ഗേൾ എന്ന് ചോദിച്ചു. ഇവിടെ ശ്രദ്ധിച്ചോളി, ദാ അത് സെറ്റാക്കും. ബോയ്ക്ക് പകരം ഗേൾ ചോദിച്ചു എന്നേ ഉള്ളൂ. ഇവിടെ നോക്കടാ, രണ്ടും ഒരേപോലെയാണ്, നിങ്ങൾ നോക്കിയാൽ മതി. ഇതിൽ ഏതൊക്കെ വര നമുക്ക് ആവശ്യമുണ്ട്? നമ്മൾ നേരത്തെ ഫിഗറിലേക്ക് വരികയാണ്, ഇതിൽ നമുക്ക് ഏതൊക്കെ വരകൾ ആവശ്യമുണ്ട് നോക്കിയേ. ബോയ് വേണോ? ഇതിൽ ഒരു ഗേൾ ഉണ്ടോ? ബോയിൽ ഒരു ഗേൾ ഉണ്ടോ? ഇല്ല. അപ്പൊ ആ വര വേണ്ട. നെക്സ്റ്റ് ബോയ് അപ്പുറത്തെ ക്ലാസ്സിലെ ഗേൾ, ഇതിലൊരു ഗേൾ ഉണ്ടോ? ഉണ്ട്. സോ ആ നമ്പർ വേണം. ഏതൊക്കെയാ? 30 യും 25 വേണം. ഫസ്റ്റത്തെ ഈ ഒരു ലൈന്. യെസ്, അങ്ങനെയാണെങ്കിൽ ഇവിടെ എഴുതിയേ 30 × 25 പ്ലസ് അടുത്ത ലൈൻ ഏതാ നോക്കി പറഞ്ഞേ. യെസ് അടുത്ത ലൈൻ ഏതാ നോക്കി തന്നെ. ഇതാ ഗേൾ ബോയ് 20 × 15 അതിലൊരു ഗേൾ ഉണ്ടല്ലോ. സോ ആൻസർ നമ്മൾ ഇത് അവിടെ എഴുതുന്നു 20 × എത്രയായിരുന്നു? സാർ മറന്നുപോയി. 20 × 15. യെസ് 15 പ്ലസ് അടുത്ത ഏതാടാ? ലാസ്റ്റ് ഇത് അവിടെ നോക്കിയേ. ഗേൾ ഒരു ഗേൾ ഇല്ലേ? ഗേൾ ഉണ്ട്. ദാറ്റ് ഈസ് 20 & 25. സോ നമുക്ക് ഇവിടെ എഴുതാം 20 × 25 ഡിവൈഡഡ് ബൈ അടിയിൽ എന്ത് വരും? 2000. ദാറ്റ് ഈസ് ഈക്വൽ ടു 30 × 25 എത്രയാടാ? 30 × 25 750 പ്ലസ് 20 × 15 എത്രയാടാ? 300 പ്ലസ് 20 × 25 എത്രയാടാ? 500 ഡിവൈഡഡ് ബൈ 2000. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാടാ? 1550 ഡിവൈഡഡ് ബൈ 2000 എന്ന ആൻസർ കിട്ടും. ഇത് കൂട്ടിയാലുണ്ടോ? എല്ലാം കൂട്ടി. സോ ഈ 5 ചോദ്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഇത് ആദ്യമേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു കോൺസെപ്റ്റ് ആയിട്ട് തോന്നും, എന്നാലും ഇത് ചോദ്യം ചെയ്യുന്ന സമയത്ത് വളരെ 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 ഈസി ആയിട്ടുള്ളതാണ്. സോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് സാധ്യതകൾ, കുറച്ച് സിമ്പിൾ ടോപ്പിക്സ് ആണുള്ളത്. അതിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങൾ അടക്കം നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ വളരെ ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾക്ക് സെറ്റാക്കി തന്നിട്ടുണ്ട്. സോ സെലിൻ സാറിന്റെ ആരും മറക്കരുത്. സെലിൻ സാറിന്റെ ക്ലാസ് നിങ്ങൾ എല്ലാ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കും ഷെയർ ചെയ്യണം. നമ്മൾ പവർ ഹവർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പ്രത്യേകം സെറ്റ് ആക്കിയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ചെയ്യുന്നത് എന്താ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. എന്തായിരുന്നു ഈ ചാപ്റ്ററിലും അല്ലെങ്കിൽ ഏതാണോ നമ്മൾ ചെയ്യുന്ന പവർ ഹവർ, ആ ഒരു ചാപ്റ്ററിലുള്ള മുഴുവൻ കോൺസെപ്റ്റും വിത്ത് എക്സാമ്പിൾസ് ആണ് നമ്മൾ ചെയ്യാറുള്ളത്. അത് നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ. ഇറ്റ്സ് മീ സെലിൻ വാടകൻ signing off from RKNX. Bye bye. See you later.